ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഞാൻ എണീറ്റു. കുറച്ച് നേരം എന്നിട്ട് ടി വി ഒക്കെ കണ്ടിരുന്നു, കുറച്ച് പാട്ടൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. ഞാൻ അപ്പം തറവാട്ടിൽ പോവാണ്, അച്ചാച്ചനെ കാണാൻ പോവാം. നാളെ കാണിച്ചരം ആളെന്തെടുക്കാവും എന്നറിയില്ല. ബുക്ക് വായിക്കുന്നു. ഹായ് ചാച്ചേ, എന്തെടുക്ക? പേപ്പർ വായിക്ക? കേരള കൗമുദി, ഇനി മലയാള മനോരമ വായിക്കും. പിന്നെ ഏതാ ഹിന്ദു വായിക്കും, മാതൃഭൂമി വായിക്കും. എല്ലാം വായിച്ചു കഴിയണം, എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ അല്ലേ? ഇവിടെ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചാൽ കാണിച്ചത്. എൻ്റെ കല്യാണത്തിന് തലേദിവസത്തെ ഫോട്ടോ. ചാച്ചിക്ക് മെയിനായിട്ട് ബുക്ക് വായിക്കലാണ് പരിപാടി. അപ്പോൾ രാമായണവും മഹാഭാരതം എല്ലാം ഉണ്ട്, ഭഗവത്ഗീത ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ ചാരുകസേലിരിക്കും കുറച്ചു നേരം അല്ലേ? ഏതൊക്കെയത്? ജ്ഞാനപ്പാന, മഹാലക്ഷ്മിയുടെ കീർത്തനം അല്ലേ? പിന്നെ ഏതാ? ഗുരുദേവന്റെ പ്രാർത്ഥന. ഇത് വീണ്ടും ഇതേതാ? മഹാഭാരതാണ്. ഇതേതാ? രാമായണം. ഓക്കെ ഓക്കെ, വായിച്ചു ഞാൻ പോവാം. കുറേ നന്ദിയാർവട്ടത്തിന്റെ പൂക്കളൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് ഇവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചെമ്പരത്തി കുറേ പൂക്കളുണ്ടാവും. ഇതിൻ്റെ ഇല എടുത്ത് ഞാൻ മുടിയിൽ താളിയൊക്കെ തേക്കാറുണ്ട്, നല്ലതാണ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുട്ടും ഗോതമ്പ് പുട്ടും പഴമാണ്. അതിൻ്റെ കൂടെ ഞാൻ സിനിമ ആണ്, മീശമാധവൻ. ഇങ്ങനെ ദിലീപിൻ്റെ കോമഡി ഫിലിംസ് കാണും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. കൂടുതലും ദിലീപിൻ്റെ കാണാറ്. അപ്പോൾ ഇത് കാണട്ടെ, ഞാനിട്ട് ഗോതമ്പ് പുട്ട് കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ്. കൈനീട്ടം കാശൊന്നുമില്ലേ? അപ്പോൾ ഇന്ന് തൊട്ട് ജിമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ജിമ്മിൽ പോവാണ്, റെഡിയായി. നമുക്ക് അവിടെ പോയിട്ട് കാണാം. ജിം ബാഗിലപ്പോൾ ഒരു എക്സ്ട്രാ ഡ്രസ്സ്, ടവല്, പിന്നെ വാട്ടർ ബോട്ടിൽ വയ്ക്കാം. അത്ര തന്നെ മതി, നമുക്ക് പോവാം. ചോദിച്ചോണോ? അമ്മയും ഞാനും കൂടെ ജിമ്മിന് പോണത്. ഒരു 10 മണിക്ക് എത്തിയാൽ മതി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോവാണ്. അപ്പോൾ ജിമ്മിലെത്തി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തു. ഞാൻ അധികം വീഡിയോസൊന്നും അവിടെ എടുത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ജിമ്മ്, കരിയാർക്കുള്ള ജിമ്മിൽ പോകണം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ജിമ്മിൽ പോയ ശേഷം ഞങ്ങൾക്ക് മാർക്കറ്റിൽ ചാലക്കുടി മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ചാലക്കുടി മാർക്കറ്റിലേക്ക് പോവാണ്. അതങ്ങോട്ടുള്ള വഴിയാട്ടോ, ചാലക്കുടി മാർക്കറ്റിലേക്ക്. ലെഫ്റ്റ് പോയാൽ നമുക്ക് ചാലക്കുടി മാർക്കറ്റിലേക്ക് എത്താം. ഇതിൽ കൂടെ പോകാൻ ഇത്തിരി പാടണം. ഇങ്ങനെ റോട്ടിലിങ്ങനെ മാർക്കറ്റിലേക്കുള്ള വണ്ടികളും നിറച്ചിങ്ങനെ പാർക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും.
ഞങ്ങൾ മാർക്കറ്റിലെത്തി വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം തിരിച്ചു പോകാനാണ്. തിരിച്ചെത്തി. അതിന് ശേഷം ഞാൻ ലഞ്ച് കഴിച്ചു. 1:30 തിരിച്ചെത്തിയപ്പോൾ. പിന്നെ പരിപ്പ് കറി ഉണ്ട്, പിന്നെ ബീട്രൂട്ട് കൂടുതലെടുത്തു കേട്ടോ, ബ്ലഡ് ഉണ്ടാവാനായിട്ട്. പിന്നെ നെല്ലിക്ക ചമ്മന്തി ഉണ്ട്, പപ്പടം ഉണ്ട്. അപ്പം ഞാൻ കഴിക്കട്ടെ. ഇത് കഴിച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ ഒരു ബുക്ക് വായിക്കാമെന്ന് വെച്ചു. ഇതൊരു ബുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. അത് വായിക്കാമെന്ന് വിചാരിക്കണം. നല്ല മഴയുണ്ട്. മഴ കണ്ടിരിക്കണ റംബൂട്ടാൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അവിടെ. കുട്ടി മണിക്കുട്ടി ഇവിടുത്തെ മണിക്കുട്ടി. എന്നും ഇവിടെ ജാതിക്ക മക്കൾ തന്നെയാണ്. ഇതൊക്കെ നന്നാക്കിയതാ? കഴിയാറായ അമ്മ? കഴിയാറായ? മണിക്കുട്ടിന്റെ പിന്നല്ലേ പറഞ്ഞു. കണ്ടിട്ട് ഓടിക്കണോ നീ? എന്തൊരു മഴയാലും ഇങ്ങോട്ട് നോക്കിക്കാ. ഫോട്ടോ എടുക്കണേ. ഇപ്പോൾ നമുക്ക് റേറ്റ് വയ്ക്കുന്നുണ്ട്. വൈകുന്നേരം ഞാനൊരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പം അതിന് വേണ്ടി ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോർക്കാന്നോ അല്ലേ മേ? എന്തൊക്കെ ഇട്ടാണ്? മല്ലിയും മറ്റേ മുളകില്ലേ അതും കൂടി വറുത്ത് പൊടിച്ച് ചേർക്കും. പച്ചമല്ലി, ഒരു പ്രത്യേക സ്വാദ. നേരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെന്താ ഉപ്പും മഞ്ഞപ്പൊടി മാത്രല്ലേ? ഉപ്പും മഞ്ഞപ്പൊടി, ഇഞ്ചി, എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് വേപ്പില. എന്നിട്ട് നമ്മൾ സബോള ഇതിലധികം ഇടരുത്. സബോള ഇട്ടാൽ ഇങ്ങനെ ഇതായിട്ട് നിൽക്കും വെള്ളം. ഇത് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും മാത്രം. വെളുത്തുള്ളി കുറച്ച് മതി, ഉള്ളി കൂടുതൽ. അതൊക്കെ ഇട്ടത് ഇത്തിരി മുളക് ഇട്ട് നമ്മൾ കൂട്ടാൻ വലുത്തണ പോലെ അധികമായിട്ട് ഇങ്ങനെ വെക്കണം. നല്ല ചെണ്ണ ഒഴിച്ച് വേപ്പിലിട്ട് അത് 2 വേപ്പിലെടുത്ത് ഇതിലൊക്കെ വേപ്പിലിട്ടിട്ട് നന്നായിട്ടുണ്ട് കുഴച്ച്. ഇതൊരു അരമണിക്കൂർ വരെ ഞാൻ അവിടെ ഇരുന്നോട്ടെ. സബോള ഇടണമെന്നില്ല കേട്ടോ, ഉള്ളി അതനുസരിച്ച് കൂടുതലെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിട്ടു. അതിന് ശേഷം കത്തി എടുക്കട്ടെ കേട്ടോ. ഒരു സവോള മതി. ഇത് ഇടണമെന്നില്ല, എന്നാലും ഞാൻ ഒരു സബോള മാത്രം ഇടും. കൂടുതൽ സബോള ഇട്ടാൽ എന്താ പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കലുളൂന്നിരിക്കും. ഉള്ളി കൂടുതലിടുന്നതാണ് ഏറ്റവും രസം. ഉള്ളി ഇല്ല ഇപ്പിടോ? ഇപ്പിടില്ലല്ലോ. ഇല്ലയോ? ഇനി ഉള്ളി മൂപ്പിച്ചിട്ട് ഇതുമ്പോൾ അങ്ങോട്ട് ഇട്ട് മൂടിയിടും. പതുക്കെ ചെറു തീയിൽ അങ്ങോട്ട് കിടന്നങ്ങോട്ട് വേവണം. സവോള ഇട്ടൊന്നു. ഭയങ്കര ഇഷ്ടമാണ് സഞ്ജുവിന് കൊടുത്തയക്കാൻ വെച്ചിട്ട് അച്ഛന് ഏൽപ്പിച്ച. സഞ്ജുവിന് ഡയറ്റാണ്, വേണ്ട കൊടുത്തയക്കണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇതിപ്പോ സഞ്ജുവിന് കഴിക്കേണ്ട സാധനമാണ് ഇത്. അമ്മ തന്നെ കഴിക്കട്ടെ ഒരു ഞാനും കഴിക്കില്ലേ? ഇന്ദും കഴിക്കില്ല. ഇന്ദു ഡയറ്റാണ്, ജിമ്മിലാണ്. ഞാനും അച്ചക്കുഞ്ഞിയും കഴിക്കേണ്ടി വരും. വരില്ല. കായ് വരണെങ്കിൽ അവൾക്ക് അത്ര ഇഷ്ടല്ല. അതെ, ഇനിയിപ്പോ എന്താ ഇതിങ്ങനെ കുറച്ചു നേരം വെക്കണോ? കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഉള്ളി നന്നാക്കി എടുക്കാം. ശരി. ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്, ടിറ്റുമോൻ. മുളക് ഇടണം. ചൂടായിക്കൊണ്ടിരിക്കണു. വെളിച്ചം കോക്കനട്ട് ഓയിൽ അധികം വേണ്ട. പോർക്കില് നെയ്യ് ഉണ്ടാവൂലോ, അധികം ഒഴിക്കണ്ട. ഉള്ളിയൊക്കെ ഒന്ന് ഇതാവാനുള്ള വെളിച്ചെണ്ണ മതി. ഇത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി കുറച്ച്, പിന്നെ വറ്റൽമുളക്, ചക്ക കൂട്ടാനൊക്കെ ഒഴുക്കാൻ വേണ്ടി എടുക്കില്ലേ അതുപോലെ ഇത്തിരി ഇത് കുത്തി പൊടിച്ച്. മസാലകളൊന്നും ഇടാറില്ല.
നന്നായിട്ട് നമ്മൾ കൂട്ടാലത്തുന്നത് മൂപ്പില്ല, തന്നെ മൂക്കണം. ഓ ശരി. ഇടാം. വെള്ളം ഒഴിക്കണം. സ്വല്പം വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അത് വേവാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്ന് വെന്തിട്ട് നോക്കാം. ഒരു 5 മിനിറ്റ് മൂടിട്ടതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ ഒക്കെ നോക്കി. വലിയ തീ വേണ്ട, കുറച്ച് ഒന്ന് തിളയ്ക്കുന്ന ഒരു തീ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മൂടിയിടാം. കറി ഏകദേശം റെഡിയാണ്. ഞാൻ ബാക്കിയുള്ള സ്റ്റെപ്സ് കാണിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം, എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണമല്ലേ? ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത്തിരി ഉപ്പൊക്കെ ഇടും. ഇത്തിരി ഉപ്പുണ്ടോ കേട്ടോ. ഇത്തിരി പോരായിണ്ട് ഇടണം. ഉപ്പ് പോരായിണ്ട്. സൂപ്പറായിട്ട് കണ്ട. നാളെ എടുക്കുമ്പോഴേക്ക് ഇത് ഫ്രിഡ്ജിൽ പോലും വെക്കണ്ട. നാളെ എടുത്ത് ഇങ്ങനെ തന്നെ ചൂടാക്കുന്തോറും ഇത് നല്ല ഒന്നൊന്നിനോട് തൊടാണ്ടിരിക്കുന്നുണ്ട്. സൂപ്പറാ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാണ്. ഞാൻ ചപ്പാത്തി വെച്ച് കറിയും കഴിക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.